വെൽക്കം ടു ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICT ഫോർ ഇഫക്റ്റീവ് ടീച്ചിങ് ആൻഡ് ലേണിംഗ്. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ ICTയുടെ പങ്ക്. ഇന്നത്തെ ഈ നൂറ്റാണ്ടിൽ, ഈ കാലഘട്ടത്തിൽ ICTയുടെ പങ്കിനെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ടത് ഒന്ന് തന്നെയാണ്. കാരണം എന്താ, ആദ്യകാലത്ത് ട്രഡീഷണൽ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സോളാർ സിസ്റ്റം അത് പരിചയപ്പെടുത്തി കൊടുക്കുകയാണെങ്കിലോ അധ്യാപകന് ടെക്സ്റ്റിലുള്ളതോ അല്ലെങ്കിൽ വല്ല പിക്ചേഴ്സും മറ്റും ഉപയോഗിച്ചിട്ട് വേണം ക്ലാസ് എടുക്കേണ്ടത്. പക്ഷെ ഇന്നത്തെ ഈ സാങ്കേതിക വിദ്യയുടെ കടന്നു കയറ്റത്തില് നമുക്ക് ക്ലാസ്സിനകത്ത് തന്നെ 3D ആനിമേഷൻസും മറ്റും ഉപയോഗിച്ചിട്ട് സോളാർ സിസ്റ്റത്തെ കുട്ടികൾക്ക് വളരെയധികം മനസ്സിലാവുന്ന വിധത്തിൽ നല്ല എഫക്റ്റീവായിട്ട് ക്ലാസ് എടുക്കാനായിട്ട് സാധിക്കും. അതെന്താ, ICTയുടെ വരവോടുകൂടിയാണ്. ഓക്കെ, അപ്പോ ICT റെവല്യൂഷനൈസിങ് എഡ്യൂക്കേഷനില് ICT വളരെയധികം വിപ്ലവമാണ് അല്ലെ, ഒരു സ്ഫോടനം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം പ്രൊവൈഡ് ആക്സസ് ടു ഡൈവേഴ്സ് ഡിജിറ്റൽ റിസോഴ്സസ് ആണ്, അതായത് ധാരാളം ആക്സസുകളാണ് ഉള്ളത്. കാരണം എന്താ, ഇപ്പൊ ഒരു കഥ എടുത്ത് കൊടുക്കുകയാണെന്ന് വിചാരിച്ചോട്ടെ, നമുക്ക് അതില് PDF ആയിട്ട് അതിന്റെ കിട്ടും, അതുപോലെ ആനിമേഷൻസ്, വീഡിയോസ് എല്ലാം, ഓഡിയോ ക്ലിപ്പ് വരെ നമുക്ക് കിട്ടും. അപ്പൊ പ്രൊവൈഡ് ആക്സസ് ടു ഡൈവേഴ്സ് ഡിജിറ്റൽ റിസോഴ്സസുകളാണ് ഇന്ന് നിലവിലുള്ളത്. അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റ്സ് പേഴ്സണലൈസ്ഡ് ലേണിംഗ്, അതായത് ഇപ്പോ കുട്ടികൾക്ക് അനുസൃതമായിട്ട്, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ബൈജൂസ് ആപ്പ് എടുക്കുക, എല്ലാ കുട്ടികൾക്കും ഒരുപോലെയാണ് അവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്? അല്ല, തീർച്ചയായിട്ടും എന്താ, ഓരോ കുട്ടികളും അവരുടെ IQ, അവരുടെ ഇന്റലിജൻസും, അവരുടെ ഓരോ കുട്ടിയുടെയും ഇതിനനുസരിച്ചിട്ടാണ് അവര് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്ത പ്രൊമോട്ട് കൊളാബറേറ്റീവ് ലേണിംഗ്, അതായത് ഇപ്പൊ ഒരു പ്രൊജക്റ്റ് ഒക്കെ കൊടുക്കാന്ന് വിചാരിച്ചോട്ടെ, അപ്പൊ ഒരു ICTയിൽ ഒരു പ്രൊജക്ട് ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ ഗൂഗിൾ മീറ്റ് ഒക്കെ ഉണ്ട് അല്ലെ, അപ്പൊ ആ ഗൂഗിൾ മീറ്റിൽ കയറി ആ കുട്ടികൾ, ആ പ്രൊജക്റ്റിൽ ഉൾപ്പെട്ട എല്ലാ കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്കഷൻ ചെയ്യാം അല്ലെ. അങ്ങനെ പ്രൊമോട്ട് കൊളാബറേറ്റീവ് ലേണിംഗിന് ICT വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ പ്രിപ്പയർ സ്റ്റുഡന്റ് ഫോർ എ ഡിജിറ്റൽ വേൾഡ്, ഡിജിറ്റൽ വേൾഡിലേക്ക് കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്നതും പ്രിപ്പയർ ചെയ്യാൻ കൂടി സാധിക്കും. ഇപ്പൊ നമ്മൾ തന്നെ ആയിക്കോട്ടെ, ഇനി വരുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, ICT എങ്ങനെ കൈകാര്യം ചെയ്യണം, ഒരു പ്രൊജക്ടർ എങ്ങനെ യൂസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അടുത്തത് നോക്കണം, മൾട്ടിമീഡിയ എൻറിച്ചിങ് ഇൻസ്ട്രക്ഷൻ, അതായത് മൾട്ടിമീഡിയ അത് എങ്ങനെയാണ് എഡ്യൂക്കേഷനിൽ എൻറിച്ച് ചെയ്യുന്നത്. ഇപ്പൊ വീഡിയോസ്, ആനിമേഷൻ, വെർച്വൽ റിയാലിറ്റി എൻഹാൻസസ് ലേണിംഗ് എക്സ്പീരിയൻസ്. ഇപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ, ഇപ്പൊ ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു, ഒരു ടീച്ചർ ഒരു ക്ലാസ്സിൽ ഇരുന്ന് കുറെ അധികം സമയം എടുത്ത് ഒരു കഥ പറഞ്ഞു കൊടുക്കുന്നു. ആ കഥ ഒരു പ്രൊജക്ട് ചെയ്തിട്ട് വീഡിയോ ആയിട്ട് ഒരു ആനിമേഷൻ കുട്ടിക്ക് കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലോ വളരെ എഫക്റ്റീവ് ആണ്. അവിടെ എന്തൊക്കെ നടക്കുന്നത് കുട്ടി കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, ആ കുട്ടിയുടെ ഇന്ദ്രിയങ്ങൾ മൊത്തം അവിടെ അലേർട്ട് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടിക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് മനസ്സിലാകാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇന്ററാക്റ്റീവ് കോണ്ടന്റ് എൻഗേജ് സ്റ്റുഡന്റ് എഫക്റ്റീവ്ലി, അതെന്താ, ഇപ്പൊ നല്ല കഷ്ടമുള്ള ഒരു നല്ല കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാന്ന് കരുതുക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ആ ടോപ്പിക്കിനെ ഒരു ക്വിസസ് പോലെ എടുത്ത് നമ്മൾ ആ ടോപ്പിക്ക് കൈകാര്യം ചെയ്യുകയാണെങ്കിലോ കുട്ടിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആ കോണ്ടന്റ് മനസ്സിലാകാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ആ ഒരു കോണ്ടന്റിന്റെ ഒരു ഗൂഗിൾ ഫോം ആക്കി എന്നിട്ട് ആ കുട്ടിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് എനി ടൈം എനിവേർ ലേണിംഗ് എന്ന് വെച്ചാൽ എന്താ, ആദ്യകാലത്ത് ട്രഡീഷണൽ ഒക്കെ ആയിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമുക്ക് സ്കൂള് തുറന്നാൽ മാത്രമേ നമുക്ക് പഠനമുള്ളൂ. അതുപോലെ തന്നെ ഇപ്പോ സ്കൂളിൽ കയറി ആ സീറ്റിൽ ഇരുന്നാൽ മാത്രം നമുക്ക് പഠിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോഴത്തെ അങ്ങനെയല്ലല്ലോ, എനി ടൈം എനിവേർ, അതായത് ഇപ്പൊ നമുക്ക് ക്ലാസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പഠിക്കാം അല്ലെ, ഇപ്പൊ അവധിക്കാലമാണെങ്കിലോ അപ്പോഴും പഠിക്കാം. എപ്പോഴാണ്, ഇപ്പൊ ഒരു രാത്രിയിൽ നമുക്കൊരു പുസ്തകം വായിക്കാൻ തോന്നിയെന്ന് വിചാരിക്കുക, പണ്ട് കാലത്താണെങ്കിൽ എന്ത് ചെയ്യണം, ലൈബ്രറി തുറന്നിട്ടേ നമുക്ക് എന്ത് ചെയ്യാൻ പാടുള്ളൂ, പുസ്തകം വായിക്കാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, എപ്പോ വേണമെങ്കിലും നമുക്ക് വായിക്കാം. അതിനുള്ള ഫെസിലിറ്റി ഇന്ന് നിലവിൽ ഇപ്പൊ ഈ ബുക്ക് അല്ലെ, ഈ ലൈബ്രറി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇപ്പൊ നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അടുത്തത് ഡിജിറ്റൽ അസസ്മെന്റ് ആൻഡ് ഫീഡ്ബാക്ക്. അപ്പൊ അതായത് അസസ്മെന്റ് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. കുട്ടികളെ ജസ്റ്റ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്താൽ മാത്രം പോരാ, അവരെ അസസ് ചെയ്യണം, അപ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇത് കിട്ടുള്ളൂ അല്ലെ. അപ്പൊ ടൂൾസ് മോണിറ്റർ സ്റ്റുഡന്റ് പ്രോഗ്രസ്, കുട്ടികളുടെ പ്രോഗ്രസ് മോണിറ്റർ ചെയ്യാൻ സാധിക്കും.
റിയൽ ടൈം ഫീഡ്ബാക്ക് സപ്പോർട്ട്സ് കണ്ടിന്യൂസ് ലേണിംഗ് ഇംപ്രൂവ്മെന്റ്. അതായത് അവർക്ക് അപ്പ ലൈവായിട്ട് അവർക്ക് അവരുടേത് കിട്ടുകയാണ്. ഇപ്പൊ അസസ്മെന്റ് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഗൂഗിൾ ഫോം എടുക്കുക. അപ്പൊ നമ്മൾ ആ ടോപ്പിക് എടുത്തു, ആ ഒരു ഗൂഗിൾ ഫോം കൊടുത്തു, കുട്ടി ടിക്ക് ചെയ്യാണ്, അപ്പൊ തന്നെ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. ഇപ്പൊ 10 മാർക്കിലാണ് ഇട്ടിരിക്കുന്നത്, കുട്ടിക്ക് അപ്പൊ 2 മാർക്കേ കിട്ടിയുള്ളൂ. അപ്പൊ കുട്ടി അറിയാം എന്റെ നിലവാരം അവിടെയാണ്, ഞാൻ എത്ര വരെ പഠിച്ചു. കുട്ടിക്ക് അതിൽ നിന്ന് തന്നെ ഫീഡ്ബാക്ക് കിട്ടണം. അപ്പൊ റിയൽ ടൈം ഫീഡ്ബാക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടിയെ കണ്ടിന്യൂസ് ആയിട്ട് ലേണിംഗ് ഇംപ്രൂവ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ. അടുത്തത് കൊളാബറേഷൻ ആൻഡ് പിയർ ലേണിംഗ്. അതായത് ഇപ്പൊ കൊളാബറേഷൻ അല്ലെ, ഇപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ICT ഉപയോഗിച്ചിട്ട് നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് പഠിക്കാം അല്ലെ. വാട്സപ്പിൽ ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് പല സംവിധാനങ്ങൾ ഇപ്പൊ നിലവിലുണ്ട്. ടെലിഗ്രാം പോലുള്ള പല സംവിധാനങ്ങളുണ്ട്. അപ്പൊ കൊളാബറേഷൻ അതുപോലെ പെയർ ലേണിംഗ് അല്ലെ. ഓൺലൈൻ ടൂൾസ് എൻഹാൻസ് ടീം വർക്ക്. അപ്പൊ ഈ ഓൺലൈൻ ടൂൾസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ടീം വർക്കിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഡിസ്കഷൻ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഗൂഗിൾ മീറ്റ് വഴി അല്ലെ ഡിസ്കസ് ചെയ്യുകയും മറ്റും ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ബിൽഡിംഗ് ടീച്ചർ കപ്പാസിറ്റി. ഇപ്പൊ അധ്യാപകന് നല്ലോണം ഇതിനകത്ത് ICTയിൽ വളരെയധികം പ്രാവീണ്യം ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് അത് നൽകാനായിട്ട് സാധിക്കുള്ളൂ, പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ ട്രെയിനിങ് പ്രോഗ്രാം എൻഹാൻസ് ഡിജിറ്റൽ സ്കിൽസ്. അപ്പൊ അതിനു വേണ്ടി ടീച്ചേഴ്സിന്, അധ്യാപകർക്ക് എന്ത് ചെയ്യുന്നു, അതിനുള്ള ഡിജിറ്റൽ സ്കിൽസ് കിട്ടുവാൻ വേണ്ടിയിട്ട് നല്ല ട്രെയിനിങ് പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ പെഡഗോജിക്കൽ നോളേജ് ക്രൂഷ്യൽ ഫോർ ടെക് ഇന്റഗ്രേഷൻ. ഇപ്പൊ നമുക്ക് ടെക്നോളജി നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും, പക്ഷെ ആ പെഡഗോജി എങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്ന് അറിയാതിരുന്നു വെച്ചാല് അവിടെ എന്ത് പറ്റി, അവിടെ ആ ടീച്ചർക്ക് കറക്റ്റ് ആയിട്ട് കുട്ടികളിലേക്ക് വിഷയം എത്തിക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ പെഡഗോജിക്കൽ നോളജ് ക്രൂഷ്യൽ ഫോർ ടെക് ഇന്റഗ്രേഷൻ. നെക്സ്റ്റ് എൻഹാൻസിങ് ഡിജിറ്റൽ ലിറ്ററസി. കുട്ടികളിലെ ഡിജിറ്റൽ ലിറ്ററസി എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റുഡൻസ് മസ്റ്റ് ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ഓൺലൈൻ ഇൻഫർമേഷൻ. അതായത് ഇപ്പോ ഇതിന്ന് കിട്ടുന്ന ഈ ഓൺലൈൻ മീഡിയയിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ചിലപ്പോ അതില് അവർക്കും തെറ്റുപറ്റാം അല്ലെ. അപ്പൊ അതിൽ കുറെ മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ ക്രിട്ടിക്കൽ ആയിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഡിജിറ്റൽ ലിറ്ററസി എൻഹാൻസ് ചെയ്യണം. അടുത്തത് വെർച്വൽ ലാബ്സ് ആൻഡ് സിമുലേഷൻസ്. അതായത് ഇപ്പൊ മുമ്പ് നമുക്ക് ലാബുകളിൽ പോയെങ്കിൽ മാത്രമേ അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ ഓരോ ആസിഡും കാര്യങ്ങളും എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ അങ്ങനെയല്ല, വെർച്വൽ ലാബ്സും സിമുലേഷൻസ് എല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ലിവറേജിങ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയയുടെ കടന്നു കയറ്റം എങ്ങനെയാ, പ്ലാറ്റ്ഫോം സപ്പോർട്ട്സ് നോളേജ് ഷെയറിംഗ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ വാട്സപ്പിൽ തന്നെ നമ്മുടെ ക്ലാസ്സിനകത്ത് കുറച്ച് ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതിനകത്ത് നമുക്ക് കുറെ കോണ്ടന്റ് നമുക്ക് ഷെയർ ചെയ്ത് തരും. അതുപോലെ ടീച്ചേഴ്സിന് എന്തെങ്കിലും നമുക്ക് കുറെ കോണ്ടന്റ് തരണമെങ്കിൽ എന്ത് ചെയ്യും, ടീച്ചേഴ്സ് നമുക്ക് അതിൽ ഇട്ടുതരും. അതുപോലെ തന്നെ LMS പോലുള്ള അതുപോലെ ടെലിഗ്രാം, ഫേസ്ബുക്ക്, ഇതെല്ലാം യൂട്യൂബിൽ ഒത്തിരി വീഡിയോസ് ഉണ്ടാവുമല്ലോ, യൂട്യൂബ്, അങ്ങനെ ധാരാളം പ്ലാറ്റ്ഫോംസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നോളജ് ഷെയർ ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ എൻകറേജസ് എഡ്യൂക്കേഷണൽ ഡിസ്കഷൻ. അതിനകത്ത് ആ സോഷ്യൽ മീഡിയയിൽ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ എഡ്യൂക്കേഷണൽ അത് എൻകറേജ് ചെയ്യാൻ, ഡിസ്കഷൻ ചെയ്യാൻ എല്ലാമായിട്ട് സാധിക്കും. അടുത്തത് ഗെയിമിഫൈഡ് ലേണിംഗ് ആൻഡ് എൻഗേജ്മെന്റ്. അപ്പൊ വളരെയധികം കഷ്ടമുള്ള ഒരു വിഷയം നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും, ഇന്ററാക്റ്റീവ് ക്വിസസും എഡ്യൂക്കേഷണൽ ഗെയിംസ് അതുവഴി നമുക്ക് കുട്ടികൾക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഫൺ ലേണിംഗ് ഫോസ്റ്റർ റിട്ടൻഷൻ. ഇപ്പൊ ഒരു ക്വിസ് പോലെ നടത്തിയിട്ട് അതിനകത്ത് ഇത്ര മാർക്ക് കിട്ടി കഴിഞ്ഞാൽ ഒരു സ്മൈലി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ബാഡ്ജ് കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ത് കാട്ടും, കുട്ടികൾക്ക് പഠിക്കാനുള്ള അവരുടെ ആഗ്രഹവും കൂടും. നമുക്ക് എളുപ്പത്തിൽ തന്നെ കോണ്ടന്റ് കുട്ടികളിൽ എത്തിക്കാനായിട്ട് സാധിക്കും. അടുത്തത് ഡിജിറ്റൽ പോർട്ട്ഫോളിയോസ് ആൻഡ് ഷോക്കേസിംഗ് വർക്ക്. അതായത് ഈ പോർട്ട്ഫോളിയോ കുട്ടികളുടെ ഫുൾ ഡീറ്റെയിൽസ് നമ്മള് പോർട്ട്ഫോളിയോയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, സൂക്ഷിച്ചിരിക്കുക. അപ്പൊ ഈ പോർട്ട്ഫോളിയോ ട്രാക്ക് പ്രോഗ്രസ്, അതായത് കുട്ടികളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് കുട്ടികളെ ട്രാക്ക് ചെയ്യാനായിട്ട് ഈ പോർട്ട്ഫോളിയോയിലൂടെ സാധിക്കും. അടുത്ത സ്റ്റുഡന്റ് റിഫ്ലക്ട് ഓൺ ലേണിംഗ് ജേർണീസ്. സ്റ്റുഡൻസിന് അവർക്ക് അവരുടെ കറക്റ്റ് ആയിട്ടുള്ള ലേണിംഗ് ജേർണീസിന് എന്ത് ചെയ്യാൻ പറ്റും, റിഫ്ലക്ട് ചെയ്യാനായിട്ട് ഈ ഡിജിറ്റൽ പോർട്ട്ഫോളിയോയിലൂടെ സാധിക്കും. അടുത്തത് ഫ്ലിപ്ഡ് ക്ലാസ് റൂം മോഡൽ. ഫ്ലിപ്ഡ് ക്ലാസ് റൂം മോഡൽ എന്ന് വെച്ചാൽ ആദ്യം ഈ ട്രഡീഷണൽ അതിന്റെ നേർ വിപരീതമാണെന്ന് പറയാം. കാരണം എന്താ, നാളെ പഠിക്കാൻ പോകുന്ന ഒരു കോണ്ടന്റ്
ടീച്ചർ അധ്യാപകർ നമുക്ക് എന്ത് ചെയ്യുന്നു, തലേ ദിവസം നമുക്ക് തരുന്നു. അപ്പൊ നമ്മൾ അത് പഠിച്ച് വീട്ടിലിരുന്ന് പെർഫെക്റ്റ് ആയിട്ട് അത് പഠിച്ച്, ഇപ്പൊ ഉദാഹരണം ഒരു ടീ പാക്ക് ആണ് നമുക്ക് പഠിക്കേണ്ടത്. അപ്പൊ തലേ ദിവസം ടീച്ചർ എന്ത് ചെയ്യുന്നു, ടീ പാക്കിന്റെ കംപ്ലീറ്റ് നോട്ട്സും അതുപോലെ ഒരു വീഡിയോ ക്ലാസ്സും നമുക്ക് അയച്ചു തരികയാണ്. അപ്പൊ നമ്മൾ വീട്ടിലിരുന്ന് ആ നോട്ട്സ് എല്ലാം വായിച്ച് ആ വീഡിയോസ് ഒക്കെ കണ്ട് അടുത്ത ദിവസം നമ്മൾ ക്ലാസ്സിൽ വന്നിട്ട് എന്താ ചെയ്യുന്നത്, ആ ക്ലാസ്സിൽ ഇരുന്ന് നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കും, ചർച്ച ചെയ്യും. അതിന്റെ ഗുണങ്ങൾ എന്താ, ദോഷങ്ങൾ എന്താ, നമുക്ക് സംസാരിക്കാനായിട്ട് ചർച്ച ചെയ്യാനും ധാരാളം സമയം കിട്ടും. നമുക്ക് ആ കോണ്ടന്റിനെ കുറിച്ചിട്ട് ക്ലിയർ ആയിട്ടുള്ള ഒരു എന്ത് കിട്ടും, ക്ലിയർ ആയിട്ട് നമുക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ സ്റ്റുഡൻസ് ലേൺ അറ്റ് ഹോം, അപ്ലൈ കോൺസെപ്റ്റ് ഇൻ ക്ലാസ് അല്ലെ. സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നു, ഹോമിൽ നിന്ന് അത് പഠിക്കുന്നു, ദെൻ എന്ത് ചെയ്യുന്നത്, അപ്ലൈ കോൺസെപ്റ്റ് ഇൻ ക്ലാസ്, ക്ലാസ് റൂമിൽ വന്നിട്ട് അത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. എൻകറേജസ് ആക്റ്റീവ് ലേണിംഗ് ആൻഡ് ഡിസ്കഷൻ. അപ്പൊ ഈ ക്ലാസ്സിനകത്ത് നടക്കുന്നത് എന്താ, ഈ ഫ്ലിപ്ഡ് ക്ലാസ് റൂം മോഡൽ ആയതുകൊണ്ട് തന്നെ ആക്റ്റീവ് ലേണിംഗ് ആണ്, അവിടെ പാസീവ് അല്ല, ആക്റ്റീവ് ആണ്. കുട്ടികൾക്കെല്ലാം വളരെയധികം ആ കോണ്ടന്റിനെ കുറിച്ച് നോളജും ഉണ്ടാവും. നെക്സ്റ്റ്, ചാലഞ്ചസ് ഇൻ ICT ഇന്റഗ്രേഷൻ. എല്ലാത്തിനും ഒരു ഗുണം ഉണ്ടെങ്കിൽ ദോഷം ഉണ്ടാവുമല്ലോ. അപ്പോ ഇതിന്റെ ചാലഞ്ചസ് എന്തൊക്കെയാ, ഡിജിറ്റൽ ഡിവൈഡ് ലിമിറ്റ് ആക്ട്സ്. അപ്പൊ ഡിജിറ്റൽ ഡിവൈഡ്, അതായത് ഇപ്പോ ഒരു സിറ്റിയിൽ ഇരിക്കുന്ന ഒരു കുട്ടി, ഒരു ഗ്രാമത്തിൽ ഇരിക്കുന്ന ഒരു കുട്ടി, രണ്ടുപേരുടെയും ഇന്റർനെറ്റ് കണക്ഷൻ ഒരുപോലെയാണോ? അല്ല. ഇവിടെ വളരെയധികം ഇന്റർനെറ്റ് കണക്ഷനും അതുപോലെ അതിന്റെ സ്പീഡും കാര്യങ്ങളും എല്ലാം കൂടുതലാവുമ്പോൾ ഗ്രാമപ്രദേശത്ത് ഒരു ഉൾപ്രദേശത്തിരിക്കുന്ന ഒരു കുട്ടിക്ക് അതിന്റെ അത്രയധികം സ്പീഡ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ലാപ്ടോപ്പ്, എല്ലാവരുടെയും ലാപ്ടോപ്പ് ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ അതുപോലെ ഒത്തിരി ഡിജിറ്റൽ ഡിവൈഡുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ദ നീഡ് ഫോർ ടീച്ചർ ട്രെയിനിങ് ആൻഡ് പ്രൊഫഷണൽ ഡെവലപ്മെന്റ്. ടീച്ചേഴ്സിന് എന്ത് വേണം, അത് ടീച്ചേഴ്സിന് ആദ്യം എന്ത് ചെയ്യണം, അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കണം. അപ്പൊ ആദ്യകാലത്ത് എല്ലാ ടീച്ചർമാർക്കും അത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. അങ്ങനെ കുറെ ചാലഞ്ചസുകൾ നമുക്കതിൽ നേരിടേണ്ടി വരും. താങ്ക് യു.